തായ്വാനിൽ നമ്മൾ ഇത്തവണത്തെ ടുലിപ്സ് വസന്തം കാണാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ടുലിപ്സ് വസന്ത കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത്തവണ നല്ല ചൂടായിരുന്നുകൊണ്ട് പൂക്കളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകളാണ് ഈ ഒരു ടുലിപ്സ് വസന്തം കാണാനായിട്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആളുകളുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. മനോഹരമായിട്ടുള്ള നിരവധി ഫ്രെയിമുകളാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് ആളുകളാണ് ഇന്നത്തെ ടുലിപ്സ് വസന്തം കണ്ട് തിരിച്ചു വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഫ്രെയിംസ് മനോഹരമായ രീതിയിൽ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ആർച്ചിലൂടെയൊക്കെ പോകാനായിട്ട് പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട്. മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻസും പൂക്കളും എല്ലാം കൂടെ ചേർന്നാണ് ഈ ഒരു കിളിയുടെ രൂപത്തിലുള്ള ഈ ഒരു ശില്പം ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലവും കണ്ട CKS ഉപയോഗിച്ചിരുന്ന പഴയ ഒരു കാർ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. തായ്വാൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന CKS ഉപയോഗിച്ചിരുന്ന ലക്ഷറി കാറാണ്. അത്യാധുനിക ആഡംബര സംവിധാനങ്ങളും ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളും ഒക്കെ കൂടിയ മനോഹരമായിട്ടുള്ളൊരു കാറാണ്. ഇതിൻ്റെ വലിപ്പം അന്യായ നീളമാണ് കേട്ടോ. ട്രാവലറിൻ്റെയൊക്കെ അത്രയും നീളമുണ്ട് ഈ ഒരു വാഹനത്തിന്. ഫ്രെയിമുകളാണ് ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഓരോരോ ഫ്രെയിമുകൾ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. വ്യത്യസ്തവും ഒപ്പം തന്നെ ടുലിപ്സ് തീമും അടങ്ങിയിട്ടുള്ള നിരവധി ഫ്രെയിമുകൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഓരോരോ ഫ്രെയിമുകളാണ്. ഈ ഷില്ലിൻ റെസിഡൻസ് പാർക്ക് മുഴുവൻ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. സ്റ്റോൺ നമുക്ക് കാണാം, ഷില്ലിൻ റെസിഡൻസ് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യക്കാർക്ക് വേണ്ട സ്നാക്സും കോഫിയും ജ്യൂസും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് മെയിൻ അട്രാക്ഷൻ ഗ്രൗണ്ടിലേക്ക് ഇനി പോകാം. എല്ലാവരും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള തിരക്കിലാണെന്ന് പറയാം. ഇവിടുത്തെ ഫ്ലവർ ഷോ ഇപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒരുവിധം വാടി നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി കളറാണ്. വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, റെഡുണ്ട്, അങ്ങനെ ഒരുപാട് കളറുകളുണ്ട്. കളറ് മാത്രമല്ല, ചെറിയ രീതിയിലുള്ള ലീഫിനൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള പൂക്കളും ഉണ്ട് കേട്ടോ. ഇവിടെയും മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമുണ്ട്. കഴിഞ്ഞ തവണ ഇതേ ടുലിപ്സ് വസന്തം നമ്മൾ കാണാൻ ഇവിടെ എത്തിയിരുന്നു. അന്ന് ഇവിടെ ഒരു അരയന്നത്തെ ആയിരുന്നു വെച്ചിരുന്നെങ്കിൽ ഇത്തവണ ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും ഈ ഗ്രൗണ്ടിലും നല്ല തിരക്കാണ്. ഫോട്ടോ എടുക്കണേ നമ്മൾ കുറേ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ തീമാണ് മാരിമി എന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. മനോഹരമായ ടുലിപ്സ് മാത്രമല്ല, മറ്റ് നിരവധി പുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടും നിറയെ ടുലിപ്സ് വസന്ത കാഴ്ചകളാണ്. പൂക്കൾ കൊണ്ട് മനോഹരമായ രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിരവധി ഫ്രെയിമുകൾ ഇവിടെയും നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നടപ്പാത ഇതിൻ്റെ സൈഡിൽ കൂടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാതയുടെ രണ്ട് സൈഡിലും ടുലിപ്സ് പൂക്കളുടെ ഒരു വസന്തമാണ് ഇവിടെ. ടുലിപ്സ് മാത്രമല്ല, ഇത്തവണ ശരിക്കും ടുലിപ്സ് മാത്രമല്ല, ഇത്തവണ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ടുലിപ്സ് മാത്രമല്ല, മറ്റ് ചെടികൾ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോയാണിത്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കൊണ്ട് തായ്വാനിൽ ടുലിപ്സിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇത്തവണ ഉള്ളത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടുലിപ്സിൻ്റെ എണ്ണം ഈ ഷോയിലും കുറവായിട്ടാണ് കാണപ്പെടുന്നത്. പല നിറത്തിലുള്ള ടുലിപ്പ് ചെടികൾ നമുക്കിവിടെ കാണാം. എല്ലാവരും ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള തിരക്കിലാണ്. ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തോന്നുന്ന ഈ ഒരു ഗ്രൗണ്ടാണ്. മുമ്പേ കണ്ട ഗ്രൗണ്ടിൽ നിന്നൊക്കെ മുന്നോട്ട് വന്നത്. ഇവിടുത്തെ പൂക്കൾ കുറച്ചുകൂടെ ഫ്രഷാണ്. ഒപ്പം തന്നെ ഒരുപാട് തിക്കിൽ ടുലിപ്സ് തന്നെ വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വാളിൽ മനോഹരമായ രീതിയിൽ ടുലിപ്സ് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ആർച്ചുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അത്യാവശ്യം നല്ല എഫേർട്ടിട്ടാണ് ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തായ്പേയ് ടുലിപ്സ് ഫ്ലവർ ഷോയുടെ
ഒരു ബോർഡ് നമുക്കവിടെ കാണാം. അവിടെയും ഫോട്ടോ എടുക്കാനുള്ളൊരു ഫ്രെയിം മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് മനോഹരമായിട്ടുള്ള തായ്പേ ഫ്ലവർ ഷോയുടെ ഒരു ബോർഡ് നമുക്ക് കാണാം.